ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഷർട്ടുകളൊക്കെ. അപ്പോൾ ആ ഷർട്ടുകളൊക്കെ ഇനി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ഞാനിവിടെ ഒരു പഴയൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയ ഷർട്ടല്ല, പക്ഷേ സൈസ് കുറച്ച് ചെറുതായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷർട്ട് ഞാൻ ഇങ്ങനെ നിവർത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഫുൾ സ്ലീവ് ഷർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു തയ്യലുണ്ടല്ലോ, ആ തയ്യലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഇവരൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ അടുത്തുള്ള തയ്യലിൻ്റെ ജസ്റ്റ് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത സ്ലീവ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ പോക്കറ്റ് ഒന്ന് മാറ്റി കളയണം. അപ്പോൾ അത് ഇതുപോലെ നൂലൊക്കെ വിടിക്കുന്ന ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പോക്കറ്റ് വളരെ ഈസി ആയിട്ട് വിടിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇതിൻ്റെ പോക്കറ്റിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ടിൻ്റെ കോളറിൻ്റെ താഴെ വെച്ചിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ലൈനിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഷർട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഷർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചാണ്. നമ്മൾ സാധാരണ ഷർട്ടിനൊക്കെ ഇതുപോലെ താഴെ ഒരു കർവ് പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് അതുപോലെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കർവായിട്ട് എടുക്കുന്നില്ല. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഈ താഴ്ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഒരു 24 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ താഴ്ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനൊരു 6.5 ഇഞ്ച് അളവിലാണ് ഷോൾഡർ എടുക്കുന്നത്. ഒരു 2.25 അളവിൽ ഞാൻ കഴുത്തകലം എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് നെക്കിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു കേർവ് പോലെ വരച്ചെടുക്കണം. നമ്മുടെ മുകൾ ഭാഗത്തുള്ള ബട്ടൺസിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടാണ് ഞാൻ നെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കേർവ് വരച്ചെടുക്കുന്നത്. ഇവിടെ ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ബോക്സ് പോലെ വരയ്ക്കാം. ഇനി നമുക്കൊരു ആം ഹോളിന്റെ കർവും കൂടി വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റിന്റെ അളവാണ്. അത് ഞാനൊരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി അതിന്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഷേപ്പിന്റെ ഭാഗത്ത് വന്നിട്ട് ഒരു 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി ചേർത്ത് 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു ഷേപ്പ് പോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നെക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ആ ഷേപ്പിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത ടൈപ്പിലുള്ളൊരു ടോപ്പാണ് തയ്ച്ചെടുക്കുന്നത്. നമുക്ക് ജീൻസിൻ്റെ കൂടെ പാവാടയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് ഞാൻ പഴയ ഷർട്ട് വെച്ച് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ സ്ലീവ് എടുക്കുകയാണ്. സ്ലീവ് ഞാൻ 3/4 സ്ലീവാണ് വയ്ക്കാൻ പോകുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് ഒരു 13 ഇഞ്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചുള്ള ലെങ്ത്തുകൾ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വീതി, അതായത് കൈയുടെ വണ്ണം ഈ ഒരു ഷർട്ടിൻ്റെ അത്രയും തന്നെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സ്ലീവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഷർട്ടിൽ നിന്ന് വേസ്റ്റായിട്ടൊന്നും കളയുന്നില്ല. നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ ഈ സ്ലീവില്ലേ, ഇതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു സ്ലീവിൽ നിന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം.
ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് പീസില്ലേ, 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് പീസുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മിഷ്യത്തിൻ്റെ ഫൂട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഈ സ്ട്രെയിറ്റ് പീസ് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ അരികുവശം ഒന്ന് ഉരുട്ടി അടിച്ചു കൊടുക്കണം. മടക്കി അടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഉരുട്ടി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഉരുട്ടി അടിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു തുണിയിൽ കുറച്ച് ഞൊറിച്ചിലിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷർട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഞൊറിവുകൾ ഇട്ട് വെച്ചിരുന്ന ആ സ്ട്രെയിറ്റ് പീസില്ലേ, അത് നമ്മുടെ ഈ നെക്കിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കൊന്ന് ഫിനിഷായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. കുറച്ച് തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ നെക്കൊന്ന് പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. നമ്മൾ സാധാരണ ചുരിദാറുകൾക്കൊക്കെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ സെൻറ്റർ ഭാഗം നോക്കിയതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സ്ലീവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകളൊക്കെ ജോയിൻ ചെയ്തെടുക്കാം. നമ്മുടെ അളവനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുക്കണം. താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടിയാണ് അടിക്കുന്നത്. നമ്മുടെ സിക്സാഗിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. അതെല്ലാം സാധാ മടക്കി അടിക്കുകയാണെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഴയ ഒരു ഷർട്ട് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ബട്ടൺസ് ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ഷർട്ട് ഇടുന്ന പോലെ നമുക്ക് ഈ ഒരു ടോപ്പ് ഇടാൻ ചെയ്യാം. ഫസ്റ്റ് ബട്ടൺസ് വന്നിട്ട് ഈ ഒരു ഞൊറിച്ചിൽ വെച്ച് തയ്ച്ചില്ലേ, അതിൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പഴയ ഷർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ കൂടെ ഇടാനാണെങ്കിലും അതല്ല ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.